നമുക്കൊന്ന് കാസർകോട്ടെ ബേക്കൽ ബീച്ച് അഥവാ പള്ളിക്കര ബീച്ചിലെ ചില രസകരമായ ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവന്നാലോ. കാസർഗോഡിൻ്റെ ഈ ആഘോഷ തീരം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. ഇതിങ്ങനെ തുടക്കത്തിൽ തന്നെ ബേക്കൽ ബീച്ച് പാർക്ക് എന്നെഴുതിയ ഒരു കവാടം കാണാം. ആ കവാടം കടന്ന് തൊട്ടിപ്പുറത്തുള്ള കാഴ്ച അതേ ഇങ്ങനെയാണ്. ഞാനിതിനു മുമ്പ് ഇങ്ങോട്ട് വന്നത് കഴിഞ്ഞ വിഷുവിനാണ്, അതായത് 2024 വിഷുവിനാണ്. ആ സമയത്ത് ഈ കാണുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് അതിനുശേഷം എന്ന് വെച്ചെങ്കിൽ ബേക്കൽ ബീച്ച് ഫെസ്റ്റിൻ്റെ സമയത്ത് ഉണ്ടാക്കിയതായിരിക്കും. ഇവിടെ 2022 മുതൽ ബേക്കൽ ബീച്ച് ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം നടക്കുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചെങ്കിൽ അതൊരു ഫെസ്റ്റാണ്. എന്ന് വെച്ചെങ്കിൽ ഡിസംബർ മാസത്തെ അവസാനത്തെ ആഴ്ച മുതൽ അടുത്ത വർഷം ജനുവരി 2-ാം തീയതി വരെ ആ ആഘോഷം ഉണ്ടാവും. ന്യൂ ഇയറിൻ്റെ അന്ന് നല്ല ആഘോഷം ഉണ്ടാവും. ഇവിടെ ബേക്കൽ പെസ്റ്റ് ഫോറസ്റ്റ് എന്നിങ്ങനെ കാണാം. സംഭവം ഇത് ഈ പെറ്റായിട്ട് വളർത്തുന്ന മൃഗങ്ങളുടെ ഷോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഇതാണ് സംഭവം. പെറ്റ്സായിട്ട് വളർത്തുന്ന ഏകദേശം എല്ലാ മൃഗങ്ങളും ഇതിലുണ്ട്. ഈ കാര്യമുണ്ടല്ലോ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അലങ്കരിച്ചത് കൊണ്ട് തന്നെ ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ബീച്ച് പാർക്കിലേക്ക് കയറി വരുന്ന എൻട്രൻസിൻ്റെ ഭാഗത്താണ് ഇതൊക്കെ കാണാൻ പറ്റുക. ഇതിവിടെ ഇങ്ങനെ വിവിധ കളറിലുള്ള തുണികൾ ചുറ്റി വച്ചിരിക്കുന്നു. അതെന്തിനാണെന്ന് മനസ്സിലായില്ല. ഇതിങ്ങനെ ബേക്കൽ ബീച്ച് പാർക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനും ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട്. ഈ വീഡിയോ പിടിക്കുന്നത് ഞായറാഴ്ച ഒന്നുമല്ല, എന്നാലും ഇവിടെ ഒരുപാട് പേര് കാണാൻ സാധിക്കുന്നുണ്ട്. നേരെ മുന്നിൽ ആ മരത്തിൻ്റെ സമീപത്തായി ഒരു കാര്യം കാണുന്നുണ്ട്. അതിൻ്റെ അടുത്തേക്ക് പോയി നോക്കാം. 2 മാനുകൾ പുല്ല് തിന്നുന്നതും അതിന് ഫ്രെയിമായിട്ടൊരു ലവ് ചിഹ്നം വരുന്നതുമാണ്. പാർക്കിൻ്റെ അകത്ത് മൊത്തത്തിൽ ചെങ്കൽ പാകിരിക്കുകയാണ്. ഇവിടെ ഈ ചെങ്കൽ സുലഭമായി കിട്ടുന്ന സ്ഥലമാണ്. ബേക്കൽ കോട്ട പോലും ചെങ്കൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ലോണെന്ന് പൊതുവെ പറയാവുന്നത് പോലെ പുല്ല് പിടിപ്പിച്ചിട്ടുള്ള ഭാഗമാണ്. ഞാനങ്ങനെ ബീച്ചിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പം ഞാൻ നേരെ അങ്ങോട്ട് ബീച്ചിലേക്ക് തന്നെ പോകുന്നില്ല. കുറച്ച് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അതിനുശേഷം ബീച്ചിലേക്ക് പോകുന്നതായിരിക്കും. ഈ കാണുന്ന ക്രെയിനിൻ്റെയൊക്കെ ഭാഗം പോലെ തോന്നുന്ന സംഭവം ഒരു ഇന്നോവേറ്റീവായിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള സംഭവമാണ്. ഇതാണ് സംഭവം. ഇത് നിങ്ങൾ ചിലപ്പോൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് സ്കൈ ഡൈനിങ് എന്ന് പറയുന്ന സംഭവമാണിത്. ഈ സംഭവം ഇരുന്നിട്ട് ഫുഡ് കഴിക്കാനുള്ള സംഭവമാണ്. ഇത് ആകാശത്തിലേക്ക് ഇങ്ങനെ പൊക്കും. അതാണ് ഇതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് 2 കുതിരകളെ കാണാം. കുതിരകൾ കാണുന്നത് പോലെ നല്ല അടിപൊളി കുതിരകളാണ്. ഇവിടെ ടൂറിസ്റ്റുകളെയും കൊണ്ട് റൈഡിന് പോകുന്ന കുതിരകളാണല്ലോ, അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി കുതിരകളാണെന്ന് പറയാം. കുതിരകളുടെ വശക്കാഴ്ച എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. കുതിരകൾ കുറച്ച് ഉറക്കം തൂങ്ങിയിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്, പക്ഷേ അത് എനിക്ക് തോന്നുന്നതായിരിക്കും ചിലപ്പോൾ. ഇനി അടുത്ത കാഴ്ച എന്താണെന്ന് നോക്കാം. അറ്റത്ത് നക്ഷത്രം ഘടിപ്പിച്ചിരിക്കുന്ന സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ഈ ബീച്ച് പാർക്കിൻ്റെ ഭംഗി കൂട്ടാനുള്ള ചില ട്രിക്കുകളാണ്. മുന്നിൽ കാണുന്ന നേരെ അങ്ങോട്ടുള്ളത് കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെയാണ്. ഞാനങ്ങനെ അധികം സമയം കളയാതെ ബീച്ചിൻ്റെ മണൽ പരപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരുപാട് പേര് ബീച്ചിൽ കാണാം. മുന്നിൽ 2-3 ഒട്ടകങ്ങളെയും കാണാം. ഇവിടെ കുതിരകൾ മാത്രമല്ല ഒട്ടകങ്ങളുമുണ്ട് എന്ന് മനസ്സിലായല്ലോ ഗൈസ്. എവിടെയാണെങ്കിലും ബീച്ചിൽ ആൾ കൂടുന്നുണ്ടെങ്കിൽ അതൊരു ആഘോഷത്തിൻ്റെ തീരം തന്നെയാണല്ലോ. ഏത് പ്രായത്തിലുള്ള ആൾക്കാണെങ്കിലും ബീച്ച് എന്ന് പറയുന്നത് എത്ര കണ്ടാലും മതി വരാത്ത ഒരു കാര്യം കൂടിയാണല്ലോ. ഇതാണ് ഒട്ടകങ്ങളുടെ അടുത്തു നിന്നുമുള്ള കാഴ്ച. ഒട്ടകങ്ങൾക്ക് വൃത്തി കുറച്ച് കുറവാണോ എന്ന് തോന്നുന്നുണ്ടെങ്കിലും അല്ല, ഒട്ടകങ്ങൾ പിന്നെ പൊതുവെ അങ്ങനെയാണല്ലോ. 2 അവിടെ നിൽക്കുകയും 1 ഇവിടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഒട്ടകങ്ങൾക്ക് മുകളിൽ കയറി ആൾക്കാർ പോകുന്നത് കാണാം. ചെറിയ കുട്ടികൾക്കാണ് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ഇൻട്രസ്റ്റ്. അത് പിന്നെ പൊതുവെ അങ്ങനെയാണല്ലോ. ബീച്ചിൽ ഇങ്ങനെ ജനസാഗരമാണ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരുപാട് പേര് ഇന്ന് ബീച്ചിലുണ്ട്. ഇന്നൊരു അവധി ദിവസമല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇത്രയും പേരെയൊന്നും ബീച്ചിൽ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഒരു ചൊവ്വാഴ്ച ദിവസമാണ്. പിന്നെ ഇത്രയും നല്ല ബീച്ചിലേക്ക് ആൾക്കാർ വന്നില്ലെങ്കിലാണ് അത്ഭുതം എന്ന് പറയുന്നത്. ഞാൻ അപ്പുറത്ത് ബേക്കൽ പോർട്ടിലേക്ക് പോയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതിൻ്റെ വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ഇവിടെ ഇങ്ങനെ ഒരു പട്ടം പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു കുട്ടി പറത്തുന്നതാണോ അല്ല, ഇത് വലിയൊരു ആൾ പട്ടങ്ങൾ വിൽക്കുകയാണ്. അദ്ദേഹം തന്നെ ഇങ്ങനെ പട്ടം പറത്തി കാണിക്കുകയാണ്. ഇങ്ങനെ കാണിച്ചെങ്കിലല്ലേ ആൾക്കാർ വന്ന് വാങ്ങിക്കൊള്ളൂ. ആ പട്ടം പറക്കുന്നതിൻ്റെ വീഡിയോ ഈ ഭാഗത്ത് നിന്നും എടുക്കുമ്പോൾ വ്യക്തമായി കാണുന്നുണ്ട്. പൊതുവെ ഈ ബീച്ചിൽ പട്ടം പറത്തുന്ന ആൾക്കാരെ ഒരുപാട് കാണാം, എന്നാൽ ഇന്ന് അങ്ങനെ കുറവാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബീച്ച് എന്ന് പറയുന്നത് എല്ലാവർക്കും ഹരമാണ്, പ്രത്യേകിച്ചും കുട്ടികൾക്ക്. കുട്ടികളുടെ ആ ഭാഗത്തൊക്കെ പോയി ഇങ്ങനെ മുങ്ങി കുളിക്കുന്നത് കാണാം. ചെറിയ കുട്ടികളായിരിക്കുന്ന പ്രായത്തിലാണല്ലോ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവാറ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു സീരിയസ് ലൈഫിലേക്ക് കടക്കുകയാണല്ലോ. പിന്നെ ഈ ഉത്തരേന്ത്യക്കാർക്ക് ബീച്ച് എന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവമാണ്. ഞാൻ ഒരു കാര്യം ഓർക്കുകയായിരുന്നു. അത് 2019 തോന്നുന്നു. ഇവിടെ കാസർഗോഡ് തന്നെ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ ബീഹാറിൽ നിന്നും വന്ന ഒരു ചെറുപ്പക്കാരനും അയാളുടെ അച്ഛനും ഉണ്ടായിരുന്നു. അയാളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇവിടെ ബീച്ച് അടുത്താണോ എന്ന് അയാൾ എന്നോട് ചോദിച്ചു.
ഞാൻ ഈ ബീച്ചിനെ കുറിച്ചും ബേക്കൽ കോട്ടയെക്കുറിച്ചുമൊക്കെ പറഞ്ഞപ്പോൾ അയാൾക്ക് ഇതൊന്ന് കാണണമെന്ന് ആഗ്രഹമായി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് അതേ ഹോസ്പിറ്റലിൽ വെച്ച് അവരെ കണ്ടപ്പോൾ അവർ ഇവിടെ ബീച്ചിൽ വന്നിരുന്നുവെന്നും ബേക്കൽ കോട്ടയും ബീച്ചുമൊക്കെ നല്ല അടിപൊളി കാഴ്ചയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഈ ബീഹാർ, UP തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് ബീച്ച് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഇതൊരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. ഈ പാലം ഇപ്പോൾ ഏകദേശം എല്ലാ ബീച്ചുകളിലും കാണുന്നൊരു സംഭവമാണ്. തിരമാലകൾ വരുമ്പോൾ മുകളിലേക്ക് പൊങ്ങുമ്പോൾ ഉണ്ടാകുന്നൊരു എക്സ്പീരിയൻസാണ് ഇതിൻ്റെ ഒരു മെയിൻ എന്ന് പറയുന്നത്. കുറച്ച് പേര് തിരമാലകളോടൊത്ത് കളിക്കുമ്പോൾ കുറച്ച് പേരിങ്ങനെ കടലിനെയും തിരമാലകളെയും നോക്കിയിരിക്കുകയാണ്. നോക്കിക്കൊണ്ടിരിക്കുക എന്നതും നല്ലൊരു ആസ്വാദനം തന്നെയാണ്. നേരെ മുന്നിൽ അങ്ങനെ 2, 3, 4 കൂടാരങ്ങൾ പോലെയുള്ള സംഭവമുണ്ടല്ലോ, അതെന്താണെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല. 2-3 പേര് അതിലേക്ക് പോയി വരുന്നത് കണ്ടു. ഇപ്പോൾ സമയം 5:30 അടുത്തിരിക്കുകയാണ്. ഇപ്പോഴും ഒരുപാട് പേര് ബീച്ചിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ മുന്നിൽ കുന്നുപോലൊരു സംഭവം കാണുന്നുണ്ടല്ലോ, അത് നമ്മുടെ ബേക്കൽ കോട്ടയുടെ ഭാഗങ്ങളാണ്. അങ്ങനെ ഒട്ടകത്തിൽ ഒരു കുട്ടി ഇരുന്ന് പോകുന്നത് കാണാം. ഇതൊന്ന് അങ്ങേയറ്റം വരെ പോയി തിരിച്ചു വരും. ഒട്ടകത്തിൻ്റെ മുകളിൽ ഇരുന്ന് പോവുക എന്നത് രസമുള്ള കാര്യം തന്നെയാണല്ലോ. ഞാൻ ഇതുവരെ ഒട്ടകത്തിൻ്റെ മുകളിൽ കയറിയിട്ടില്ല. പിന്നെ ഞങ്ങൾ യൂട്യൂബേഴ്സ് ലക്ഷ്യമിടുന്നത് ഇതൊക്കെ വീഡിയോ എടുത്ത് കാണിക്കുക എന്നതാണല്ലോ. അതിൽ കയറുക എന്നതിനേക്കാളും മുഖ്യം. വീണ്ടും ഒരു ഒട്ടകം പോകുന്നു. ഇതിൻ്റെ മുകളിൽ 2 കുട്ടികളുണ്ട്. കുട്ടികൾ നല്ല രസത്തിൽ ആസ്വദിച്ചുകൊണ്ട് കേമൽ റൈഡ് ചെയ്യുകയാണ്. കുട്ടികളുടെ മുഖത്തെ സന്തോഷം കാണാനാണ് ഒരു രസം. നേരത്തെ ഒരു കുട്ടിയെയും കൊണ്ടുപോയ ഒട്ടകം തിരിച്ചു വന്നോ എന്നറിയില്ല. അത് അങ്ങേയറ്റം വരെ പോയിട്ട് വരുന്നത് കൊണ്ട് കുറച്ച് വൈകുമായിരിക്കും. ഞാൻ കുറച്ചിങ്ങോട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള മറ്റൊരു സ്പോട്ടിൽ വന്നിരിക്കുകയാണ്. ഇവിടെ വലിയവർക്കും കളിക്കാം, അഥവാ അതിൽ കയറാം. പക്ഷേ ചെറിയൊരു ചമ്മൽ ഉണ്ടാവും എന്നേ ഉള്ളൂ. സാധാരണ ഉത്സവ പറമ്പുകളിലൊക്കെ കാണുന്ന സംഭവങ്ങളാണ്. ഇതിൽ കുട്ടികൾ മാത്രമല്ല കേട്ടോ, വലിയവരുമുണ്ട്. പിന്നെ ഇതൊക്കെയല്ലേ ഒരു രസം എന്ന് പറയുന്നത്. ജീവിതത്തിലെ പലതരം ടെൻഷനുകൾ മറന്നുകൊണ്ട് ഒരു നിമിഷം എൻജോയ് ചെയ്യാനുള്ളൊരു അവസരമാണല്ലോ ഇതൊക്കെ. ഇതിലൊക്കെ ഇരുന്നാൽ തല കറങ്ങില്ലേ എന്നാണ് എൻ്റെ സംശയം. ഞാൻ മുമ്പൊരിക്കൽ കയറിയിട്ട് കുറച്ച് സമയം തല കറങ്ങിയിട്ട് ഇരുന്ന് പോയത് ഓർമ്മ വരുന്നു. ഇവിടെ ബൈക്ക് റൈഡാണ്. ഇത് ആൺകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമായിരിക്കും. ഇവിടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സിനിമ പാട്ടുണ്ട്. പക്ഷേ ഞാനത് വീഡിയോയിൽ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇല്ലെങ്കിൽ കോപ്പിറൈറ്റ് അടിച്ചാൽ പ്രശ്നമാണ്. യൂട്യൂബ് ചില സമയത്ത് അങ്ങനെയുള്ള പണികളൊക്കെ പലർക്കും കൊടുക്കാറുള്ളതാണ്. ബേക്കൽ ബീച്ച് എന്ന കാസർഗോഡിൻ്റെ ആഘോഷ തീരത്തു നിന്നും അതിമനോഹരമായ രസക്കാഴ്ചകൾ ഞാൻ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. മുന്നിൽ ഒരു പാമ്പ്, അതിൽ കുറച്ച് മനുഷ്യന്മാരൊക്കെ ഇരുത്തിയിട്ട് വട്ടം കറങ്ങുന്നു. അങ്ങനെ സൂര്യൻ കുറച്ച് സമയം കഴിഞ്ഞാൽ അത് അസ്തമിക്കുവാൻ പോവുകയാണെന്ന് ദൃശ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എനിക്ക് ഇവിടെ നിന്നും പോകണം, അല്ലെങ്കിൽ വണ്ടി കിട്ടൂല. കാസർഗോഡൻ തീരപ്രദേശങ്ങളിൽ കാണുന്ന പഞ്ചാരമണൽ എന്നറിയപ്പെടുന്ന പൂഴിമണ്ണ് കാണാൻ നല്ല രസമാണ്. ഇവിടെ കുട്ടികൾക്ക് ഊർന്നിറങ്ങാനുള്ള സംഭവമാണ്. പൊതുവെ ഇത്തരം സ്ഥലങ്ങളിൽ കാണുന്ന സംഭവങ്ങൾ തന്നെയാണ് ഇവ. ഇവിടെ വാട്ടർ റൈഡിങ്ങിൻ്റെ ക്രിയേറ്റീവ് പൂളാണ്. ഇതും കുട്ടികൾക്കുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഇതിൽ ആരെയും കാണുന്നില്ല. എന്ന് വെച്ചെങ്കിൽ ഒരു കുട്ടിയെയും കാണുന്നില്ല. ഇവിടെ ആണെങ്കിൽ കുട്ടികൾക്കുള്ള ജമ്പിങ് സെറ്റപ്പാണ്. ഈ സംഭവത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. നിങ്ങൾക്കിതിൻ്റെ പേരറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണല്ലോ. അതിലൊരു കുട്ടി ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരെണ്ണം കൂടിയുണ്ട്, അതിൽ 1-ൽ കൂടുതൽ കുട്ടികളുണ്ട്. ഇവിടെയാണ് നമ്മുടെ മെയിൻ കാര്യമുള്ളത്. മറ്റൊന്നുമല്ല, അതേ കാണുന്നത് പോലെ ഐസ്ക്രീമും പിന്നെ സ്നാക്സും ഒക്കെ ഇവിടെ കിട്ടും. ഇതിപ്പുറത്ത് കുറച്ചുകൂടി വിശാലമായ, നേരത്തെ പറഞ്ഞതുപോലെ ഐസ്ക്രീമും സ്നാക്സും ഒക്കെ കിട്ടുന്ന വേറൊരു സംഭവമാണ്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഫുഡ് കോർട്ട് എന്നൊക്കെ പറയാം. സംഭവം അത് തന്നെയാണ്, ഫുഡ് കോർട്ടാണ് സംഭവം. വേണമെങ്കിൽ പോയി ഫുഡ് കഴിക്കാവുന്നതാണ്. പക്ഷേ ഞാൻ ഇത്തരം സ്ഥലങ്ങളിൽ ഫുഡ് കഴിക്കാറില്ല. വേറെ കാരണം ഇവിടെ പൈസ ഭയങ്കരമായിരിക്കും. എന്തിനാ നമ്മൾ അനാവശ്യമായി പൈസ കളയുന്നതല്ലേ. അങ്ങനെ ചിൽഡ്രൻസ് പാർക്ക് എന്നൊക്കെ പറയുന്ന ഭാഗത്ത് ഞാൻ വന്നിരിക്കുകയാണ്. കുട്ടികൾ ഇവിടെ ഊഞ്ഞാലാടുകയാണ്. അവരുടെ കൂടെ അവരുടെ മാതാപിതാക്കളുമുണ്ട്. ഇവിടെ കുട്ടികൾക്കുള്ള ക്ലൈമ്പിംഗ് സെറ്റപ്പാണ്. കുട്ടികളങ്ങനെ ക്ലൈമ്പിംഗ് ചെയ്ത് കയറുകയാണ്. അങ്ങനെ കുട്ടികൾ ഇവിടെയുള്ള വിവിധ തരം കാര്യങ്ങളിൽ എൻജോയ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സൂമാക്സ് ബീച്ച് സ്റ്റുഡിയോ എന്നെഴുതിയത് കാണാം. ഇത് സംഭവം വ്യത്യസ്തമായൊരു കൺസെപ്റ്റാണ്. അതിൽ നിന്നും ഇറങ്ങുന്ന 2 പേര് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരുന്നുണ്ട്. ഞാനങ്ങനെ ബീച്ചിൽ നിന്നും മടങ്ങുകയാണ്, അല്ലെങ്കിൽ എൻ്റെ വണ്ടി മിസ്സാവും. അങ്ങനെ ഈ അതിമനോഹരമായ ബേക്കൽ ബീച്ച് പാർക്കിൽ നിന്നും ഞാൻ മടങ്ങുകയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ ബേക്കൽ ബീച്ച് ഫെസ്റ്റിൻ്റെ ഫ്ലാഗുകൾ വെച്ചിരിക്കുന്നത് കാണാം. ബേക്കൽ ബീച്ച് ഫെസ്റ്റ് ഉണ്ടാവാറ് എല്ലാ വർഷവും ഡിസംബർ മാസത്തിൻ്റെ അവസാന ആഴ്ച മുതൽ ജനുവരി 2-ാം തീയതി വരെയാണ്. ഇവിടെ ഇനിയും ബീച്ചിലേക്ക് പോകുന്ന വണ്ടികളുടെ തിരക്കാണ്.
രാത്രി 7 മണി വരെ ബീച്ച് സജീവമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു.